കൂട്ടുകാർക്കും എൻജോയ് ഫിസിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വെലോസിറ്റി ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണ് വെലോസിറ്റി ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ വെലോസിറ്റി ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ഞാൻ എഴുതിയിരുന്നു. കാണാൻ നിങ്ങൾക്ക് ux prime equal to ux minus v by 1 minus ux v divided by c square, uy prime equal to uy divided by gamma into 1 minus ux v by c square, uz prime or uz dash equal to uz divided by gamma into 1 minus ux v divided by c square, where gamma equal to 1 divided by root of 1 minus v square by c square. Then inverse transformation equations എഴുതി ux equal to ux prime plus v divided by 1 plus ux prime into v divided by c square, uy equal to uy prime divided by gamma into 1 plus ux prime v divided by c square, and uz equal to uz prime divided by gamma into 1 plus ux prime v divided by c square. So ഈ 6 ഇക്വേഷൻസിനെയാണ് നമ്മൾ വെലോസിറ്റി ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് എന്ന് വിളിച്ചത്. അതായത് എസ് ഫ്രെയിം റെസ്റ്റ് ഫ്രെയിം ആണ്. അപ്പോൾ റെസ്റ്റ് ഫ്രെയിമിൽ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നു. ആ സമയത്ത് റെസ്റ്റ് ഫ്രെയിമിലെ ഒബ്സർവർ ആ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി കമ്പോണൻറ്റുകൾ അളക്കുന്നു. യു എക്സ് എന്നും യു വൈ എന്നും യു എസ് എഡ് എന്നും. ഇനി എസ് ഡാഷ് പ്രൈം അത് വി വെലോസിറ്റിയുടെ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുകയാണ്. ആ സമയത്ത് എസ് ഡാഷ് ഫ്രെയിമിലെ ഒബ്സർവർ എന്ത് ചെയ്യുന്നു? വെലോസിറ്റി കമ്പോണൻറ്റുകൾ അളക്കുമ്പോൾ അതിനെ യു എക്സ് പ്രൈം എന്നും യു വൈ പ്രൈം എന്നും യു ഇസഡ് പ്രൈം എന്നും വിളിക്കാം. അപ്പോൾ എസ് പ്രൈമിലെ ഒബ്സർവറിനെ സംബന്ധിച്ച് വെലോസിറ്റീസ് യു എക്സ് യു വൈ യു ഇസഡ്. ദെൻ എസ് ഡാഷ് പ്രൈമിലെ ഒബ്സർവറിനെ സംബന്ധിച്ച് വെലോസിറ്റീസ് യു എക്സ് പ്രൈം യു വൈ പ്രൈം യു ഇസഡ് പ്രൈം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഇക്വേഷൻസ് എല്ലാം നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്നത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് എസ് ഫ്രെയിം മൂവ് ചെയ്യുന്ന എന്നുള്ള കോൺസെപ്റ്റിലാണ്. ഇനി ഇത് ഇടതുവശത്തേക്ക്, അതായത് നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലേക്കാണ് നമ്മൾ എസ് ഡാഷ് ഫ്രെയിം മൂവ് ചെയ്യുന്നതെങ്കിൽ വിക്ക് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കൊടുക്കും നെഗറ്റീവ് സൈൻ. സോ വി ഈസ് നെഗറ്റീവ് വെൻ ദിസ് ഫ്രെയിം ഈസ് മൂവിങ് ഇൻ ദ നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ. അതായത് ആദ്യത്തെ എസ് ഫ്രെയിമിൽ നിന്ന് നിലവിൽ എസ് ഡാഷ് ഫ്രെയിം അകന്നു പോവുകയാണ്. ഇനി എസ് ഡാഷ് ഫ്രെയിം ടുവേഴ്സ് ദ എസ് ഫ്രെയിം ആണെങ്കിൽ നമുക്ക് വെലോസിറ്റി വിക്ക് സൈൻ കൊടുക്കാം നെഗറ്റീവ്. വി ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. ദെൻ ഒന്നാമത്തെ ചോദ്യം നോക്കാം. 2017 ജാം എക്സാമിന് ചോദിച്ചതാണ്. കൺസിഡർ ആൻ ഇനേർഷ്യൽ ഫ്രെയിം എസ് ഡാഷ് മൂവിങ് അറ്റ് എ സ്പീഡ് c/2 away from another inertial frame s along the common x dash axis, where c is the speed of light. As observed from s dashil നിന്ന് നോക്കുമ്പോൾ a particle is moving with a speed c/2 in the y dash direction as shown in the figure. The speed of the particle as seen from s. അപ്പോൾ നമുക്കറിയാം എസ് ഫ്രെയിമിൽ നിന്ന് നോക്കുമ്പോൾ കമ്പോണൻറ്റുകൾ, സ്പീഡിൻ്റെ കമ്പോണൻ്റ് എന്ന് പറയുന്നത് യു എക്സും യു വൈയും യു ഇസഡുമാണ്. ഇനി മൂവ് ചെയ്യുന്ന എസ് ഡാഷ് ഫ്രെയിമിൻ്റെ സ്പീഡ് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് c/2. അത് പോസിറ്റീവാണ്, കാരണം മൂവിങ് ഇൻ ദ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. ഇനി ഈ എസ് ഡാഷ് ഫ്രെയിമിൽ ഒരു ഒബ്സർവർ നോക്കുമ്പോൾ വൈ ഡയറക്ഷനിലാണ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. സോ ദാറ്റ് സ്പീഡ് ഈസ് യു വൈ ആണ്. യു വൈ പ്രൈം ഈക്വൽ ടു എന്തെന്ന് കൊടുക്കാം? c/2. ഇനീഷ്യലി എക്സ് ഡയറക്ഷനിൽ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നില്ല. സോ യു എക്സ് പ്രൈം ഈക്വൽ ടു 0. കണ്ടുപിടിക്കേണ്ടത് യു എക്സും യു വൈ ആണ്, കാരണം ഇസഡ് ഡയറക്ഷനെ കുറിച്ച് ചോദ്യത്തിലൊന്നും പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം യു എക്സ് കണ്ടുപിടിക്കാം. യു എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് യു എക്സ് പ്രൈം പ്ലസ് വി ഡിവൈഡഡ് ബൈ 1 പ്ലസ് വി ഇൻറ്റു യു എക്സ് പ്രൈം ബൈ സി സ്ക്വയർ, ഞാൻ എഴുതുന്നു യു എക്സ് ഈക്വൽ ടു യു എക്സ് പ്രൈം എത്രയാണ്? 0 ആണ്. 0 പ്ലസ് വി മീൻസ് c/2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 0 ഇൻറ്റു വി ഡിവൈഡഡ് ബൈ സി സ്ക്വയർ കിട്ടും ഈക്വൽ ടു യു എക്സ് ഈക്വൽ ടു കിട്ടും c/2. ഓക്കെ, സോ എസ് ഫ്രെയിമിൽ നിന്ന് നോക്കുമ്പോൾ എസ് ഡാഷ് ഫ്രെയിമിലെ എക്സ് കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി c/2 ആണ്. ഇനി വൈ കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി യു വൈ ആണ്, ഈക്വൽ ടു യു വൈ പ്രൈം ഡിവൈഡഡ് ബൈ ഗാമ ഇൻറ്റു 1 പ്ലസ്
വി യു എക്സ് പ്രൈം ഡിവൈഡഡ് ബൈ സി സ്ക്വയർ ഈക്വൽ ടു ഞാൻ എഴുതുന്നു യു വൈ പ്രൈം ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് വി യു എക്സ് പ്രൈം ഡിവൈഡഡ് ബൈ സി സ്ക്വയർ. കാരണം ഗാമയ്ക്ക് 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ കൊടുക്കുമ്പോൾ താഴെ ഉണ്ടായിരുന്ന റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്നുള്ളത് ന്യൂമറേറ്ററിലേക്ക് പോകും. നമുക്ക് കിട്ടും ഇക്വേഷൻ ദിസ്. അങ്ങനെയാണെങ്കിൽ എഴുതാം യു വൈ പ്രൈമിൻ്റെ വാല്യൂ സി ബൈ 2 ആണ് ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് ദെൻ വി ഈസ് ആൽസോ സോ സി ബൈ 2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ സി സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എഴുതാം 1 പ്ലസ് യു എക്സ് പ്രൈം ഈസ് 0. സോ നിങ്ങൾക്ക് കിട്ടും സി ബൈ 2 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് 1 ബൈ 4 ഈക്വൽ ടു കിട്ടും സി ബൈ 2 ഇൻറ്റു റൂട്ട് 3 ബൈ 2 ഈക്വൽ ടു കിട്ടും റൂട്ട് 3 സി ബൈ 4. ഓക്കെ, സോ നമുക്ക് കിട്ടിയ യു എക്സ് പ്രൈം ദാറ്റ് ഈസ് അത് 0 ആയിരുന്നു. യു എക്സ് കിട്ടി സി ബൈ 2, ദെൻ യു വൈ കിട്ടി റൂട്ട് 3 സി ബൈ 4. ദെൻ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ യു ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം 2 കമ്പോണൻറ്റുകൾ ഉണ്ടായതുകൊണ്ട് യു എക്സ് സ്ക്വയർ പ്ലസ് യു വൈ സ്ക്വയർ. കാരണം വെക്ടറാണ് വെലോസിറ്റി. സോ 2 കമ്പോണൻറ്റും കൂടെ ചേരുമ്പോഴാണ് യു ആവുന്നത്. സോ നമുക്ക് എഴുതാം റൂട്ട് ഓഫ് യു എക്സ് സ്ക്വയേർഡ് പ്ലസ് യു വൈ സ്ക്വയേർഡ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും റൂട്ട് 7 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു സി. സോ ദ ആൻസർ ഈസ് റൂട്ട് 7 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു സി. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. എ പ്രോട്ടോൺ ഫ്രം ഔട്ടർ സ്പേസ് ഈസ് മൂവിങ് ടുവേഴ്സ് എർത്ത് വിത്ത് എ വെലോസിറ്റി 0.99 c ആസ് മെഷേർഡ് ഇൻ എർത്ത് പ്രൈം. A spaceship traveling parallel to proton measures proton velocity to be 0.97 c. The approximate velocity of spaceship in the Earth's frame is 2015 ജാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് കാണാം എ പ്രോട്ടോൺ ഫ്രം ഔട്ടർ സ്പേസ് ഈസ് മൂവിങ് ടുവേഴ്സ് എർത്ത് വിത്ത് എ വെലോസിറ്റി 0.99 c ആസ് മെഷേർഡ് ഇൻ എർത്ത് ഫ്രെയിം. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നതിന് വേണ്ടി റെസ്റ്റ് ഫ്രെയിം ആയിട്ട് നമുക്ക് ആരെ പരിഗണിക്കാം? എർത്ത്. സോ എർത്ത് ഈസ് ദ റെസ്റ്റ് ഫ്രെയിം. സോ ദാറ്റ് ഈസ് ദ എസ് ഫ്രെയിം. ഓക്കെ, എർത്താണ് നമ്മുടെ എസ് ഫ്രെയിം. ഇനി ഒരു പാർട്ടിക്കിൾ, അതായത് ഇവിടെ പ്രോട്ടോൺ ആണ് മൂവ് ചെയ്യുന്നത്. അപ്പം പ്രോട്ടോണിൻ്റെ സ്പീഡ് ഭൂമിയിൽ നിന്ന് അളക്കുന്നു. അപ്പം പ്രോട്ടോണിൻ്റെ സ്പീഡ് ഭൂമിയിൽ നിന്ന് അളക്കുമ്പോൾ ഞാൻ അതിന് കൊടുക്കുന്നു യു എക്സ് ഈക്വൽ ടു കൊടുക്കുന്നു. യു എക്സ് ഈക്വൽ ടു 0.99 c. ഇനി നമ്മൾ സ്പേസ്ഷിപ്പിനെ അടുത്ത ഫ്രെയിമായിട്ട് പരിഗണിക്കും. സോ ദിസ് ഈസ് ദ സ്പേസ്ഷിപ്പ്. ആ സ്പേസ്ഷിപ്പിനെ സെക്കൻഡ് ഫ്രെയിം ദാറ്റ് ഈസ് എസ് ഡാഷ് ഫ്രെയിമായിട്ട് പരിഗണിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ സ്പേസ്ഷിപ്പ്, അതായത് എസ് ഡാഷ് ഫ്രെയിം പ്രോട്ടോണിൻ്റെ വെലോസിറ്റി അളക്കുന്നു. ആ വെലോസിറ്റിയാണ് യു എക്സ് പ്രൈം. അപ്പോൾ യു എക്സ് പ്രൈം ഈക്വൽ ടു ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 0.97 c. കാരണം മൂവിങ് ഫ്രെയിം അളക്കുന്ന സ്പീഡാണ് യു എക്സ് പ്രൈം. യു എക്സ് പ്രൈം ഈക്വൽ ടു 0.97 c. നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് റെസ്റ്റ് ഫ്രെയിമുമായിട്ട് നോക്കുമ്പോൾ മൂവിങ് ഫ്രെയിമിൻ്റെ സ്പീഡ്, അതായത് വി ആണ് കണ്ടുപിടിക്കേണ്ടത്. സ്പേസ് ഷട്ടിലാണ് നമ്മുടെ എസ് ഡാഷ് ഫ്രെയിം. എസ് ഡാഷ് ഫ്രെയിം മൂവ് ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് വി ആണ്. അപ്പോൾ വി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പാർട്ടിക്കിളിൻ്റെ സ്പീഡ് റെസ്റ്റ് ഫ്രെയിമിൽ നിന്ന് നോക്കുമ്പോൾ യു എക്സ്, പാർട്ടിക്കിളിൻ്റെ സ്പീഡ് മൂവിങ് ഫ്രെയിമിൽ നിന്ന് നോക്കുമ്പോൾ യു എക്സ് പ്രൈം. അറിയാവുന്ന ഇക്വേഷൻ യു എക്സ് ഈക്വൽ ടു യു എക്സ് പ്രൈം പ്ലസ് വി ഡിവൈഡഡ് ബൈ 1 പ്ലസ് യു എക്സ് പ്രൈം ഇൻറ്റു വി ഡിവൈഡഡ് ബൈ സി സ്ക്വയർ. ദാറ്റ് ഈസ് 0.99 c ഈക്വൽ ടു 0.97 c പ്ലസ് വി ഡിവൈഡഡ് ബൈ 1 പ്ലസ് യു എക്സ് പ്രൈം ഈസ് 0.97 c ഇൻറ്റു വി ഡിവൈഡഡ് ബൈ സി സ്ക്വയർ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും 0.99 c പ്ലസ് 0.99 ഇൻറ്റു 97 ഇൻറ്റു വി ഇൻറ്റു സി സ്ക്വയർ ബൈ സി സ്ക്വയർ ഈക്വൽ ടു 0.97 c പ്ലസ് വി. സി സ്ക്വയർ ക്യാൻസൽ ആവും. ദെൻ 0.99 c മൈനസ് 0.97 c ഈക്വൽ ടു കിട്ടും വി മൈനസ് 0.99 ഇൻറ്റു
0.97 into V. So 0.02 C equal to V into 1 minus 0.99 into 0.97. Okay. Then അങ്ങനെയാണെങ്കിൽ what about V? 0.02 C divided by സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും 0.0397 ഈക്വൽ ടു ആൻസർ കിട്ടും 0.5 സി. ഈ 0.5 സിയുടെ സൈൻ, അതായത് വി എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. കാരണം അത് എങ്ങോട്ടാണ്? ഇടത് വശത്തേക്കാണ്, ടുവേഴ്സ് ദ ഫ്രെയിം ആണ്. സോ ദ ആൻസർ ഈസ് 0.5 ടൈംസ് സി. അടുത്ത മൂന്നാമത്തെ ചോദ്യം നോക്കാം. എ സ്പേസ്ഷിപ്പ് 1 leaves the earth along the positive x direction. Another spaceship S.Two also leaves the earth along the direction which makes an angle 60 degree with the x-axis. The speed of S1 and S2 are measured as 0.6 c and 0.9 c respectively by an observer on the earth. Find speed of S2 as measured by an observer in S1. 2013 ജാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ആദ്യമേ റെസ്റ്റ് ഫ്രെയിം മാർക്ക് ചെയ്യാം. റെസ്റ്റ് ഫ്രെയിം എന്ന് പറയുന്നതാണ് നമ്മുടെ എസ് ഫ്രെയിം. എസ് ഫ്രെയിം ഈസ് അറ്റാച്ച്ഡ് ടു എർത്ത്, ഭൂമിയുമായി അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ദിസ് ഈസ് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. ചോദ്യത്തിൽ പറയുന്നുണ്ട് ഒന്നാമത്തെ സ്പേസ്ഷിപ്പ്, അതിനെ ഞാൻ S1 എന്ന് വിളിച്ചു. സോ ഫസ്റ്റ് സ്പേസ്ഷിപ്പാണ്. സോ ദിസ് ഈസ് S1. ആ S1നെ എനിക്ക് മൂവിങ് ഫ്രെയിമായിട്ട് പരിഗണിക്കാം. ദാറ്റ് ഈസ് എസ് ഡാഷ് ഫ്രെയിം. ഇനി ആ മൂവിങ് ഫ്രെയിമാണ് S1, ദാറ്റ് ഈസ് എസ് ഡാഷ് ഫ്രെയിം. ദെൻ S2വിനെ ഞാൻ രണ്ടാമത് മാർക്ക് ചെയ്തു, S2. ഇനി ചോദ്യത്തിൽ പറയുന്നുണ്ട് പോസിറ്റീവ് എക്സ് ഡയറക്ഷനുമായിട്ട് എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രിയിലാണ് ആര് മൂവ് ചെയ്യുന്നത്? S2 മൂവ് ചെയ്യുന്നത്. അപ്പോൾ റെസ്റ്റ് ഫ്രെയിം എന്ന് പറയുന്നത് എർത്താണ്. അപ്പോൾ എർത്തിൽ നിന്ന് നോക്കുമ്പോൾ മൂവിങ് ഫ്രെയിം എസ് ഡാഷ് ആണ്. ആ മൂവിങ് ഫ്രെയിം S2വിൻ്റെ സ്പീഡ് അളക്കുന്നു. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി ചോദ്യത്തിൽ തന്നിട്ടുണ്ട് സ്പീഡ് ഓഫ് S1 ആൻഡ് S2 ആർ മെഷേർഡ് ആസ് 0.6. അപ്പോൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പം എസ് ഡാഷ് മൂവ് ചെയ്യുന്ന സ്പീഡിനെ നമ്മൾ സാധാരണ റെസ്റ്റ് ഫ്രെയിമുമായിട്ട് മൂവിങ് ഫ്രെയിം മൂവ് ചെയ്യുന്ന സ്പീഡ്, അതിനെ നമ്മൾ പഠിച്ചത് V എന്നാണ്. സോ V ഈക്വൽ ടു എത്ര കൊടുക്കാം? 0.6 c. ഇനി ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ S2വിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 60 ഡിഗ്രി വിത്ത് എക്സ് ആക്സിസ്. അപ്പോൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള സ്പീഡ് നമ്മൾ പഠിച്ചേക്കുന്നത് UX ആണ്. UX ഈക്വൽ ടു എന്താണ്? 0.9 c കോസ് 60. അതെത്ര കിട്ടും? 0.9 c ഇൻറ്റു കോസ് 60 ഈസ് 1/2. ദാറ്റ് ഈസ് 0.45 c. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മൂവിങ് ഫ്രെയിം അളക്കുന്ന S2വിൻ്റെ സ്പീഡ്. മൂവിങ് ഫ്രെയിം അളക്കുന്ന സ്പീഡിനെ നമ്മൾ UX പ്രൈം എന്നാണ് തിയറിയിൽ ഡിസ്കസ് ചെയ്തത്. സോ UX പ്രൈം ഈക്വൽ ടു എന്താണ്? ക്വസ്റ്റ്യൻ മാർക്ക്. അങ്ങനെയാണ് UX പ്രൈമിൻ്റെ ഇക്വേഷൻ എന്താ? UX prime equal to UX minus V divided by 1 minus UX into V divided by C square. That is UX prime equal to UX എത്രയാണ്? 0.45 c minus 0.6 c divided by 1 minus 0.45 c into 0.6 c divided by C square. So UX prime equal to എഴുതാം പോയിൻ്റ്, അതായത് ഇസ് മൈനസ് 0.15 c ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.45 ഇൻറ്റു 0.6 c സ്ക്വയർ ബൈ c സ്ക്വയർ ക്യാൻസൽ ആവും. ദാറ്റ് ഈസ് മൈനസ് 0.15 c മൈനസ് 0.15 c ഡിവൈഡഡ് ബൈ 0.73 ഈക്വൽ ടു നിങ്ങൾക്ക് കിട്ടും മൈനസ് 0.21 c. സോ ദ ആൻസർ ഈസ് നമ്മൾ നെഗറ്റീവ് സൈൻ ഒഴിവാക്കിയിട്ട് എഴുതും 0.21 c. സോ ദ വെലോസിറ്റി ഓഫ് S2 ഫ്രെയിം ആസ് ഒബ്സർവ്ഡ് ഫ്രം S1 ഈസ് 0.21 c. കാരണം എസ് ഡാഷ് ഫ്രെയിമാണ് മൂവിങ് ഫ്രെയിം മെഷർ ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് UX പ്രൈമാണ്. സോ UX പ്രൈം ഈക്വൽ ടു എഴുതാം 0.21 c. അടുത്ത ചോദ്യം നോക്കാം. 2015 നെറ്റിൻ്റെ ചോദ്യമാണ്. കൺസിഡർ 3 inertial frame of reference A, B and C. The frame B moves with a velocity c/2 with respect to A and C moves with a velocity c/10 with respect to B in the same direction. The velocity of C as measured in A is
ഡാഷ്. ഈ പ്രോബ്ലം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ആദ്യം മാർക്ക് ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞാണ് റെസ്റ്റ് ഫ്രെയിം ഈസ് എസ്, ദാറ്റ് ഈസ് എർത്ത് ഫ്രെയിമാണ് റെസ്റ്റ് ഫ്രെയിം. ദെൻ അങ്ങനെയാണെങ്കിൽ ഞാനവിടെ അസ്യൂം ചെയ്യുന്നു ആദ്യത്തെ ഇനേർഷ്യൽ ഫ്രെയിം ഈസ് എ ഈസ് അറ്റാച്ച്ഡ് ടു ആരാണ്? എർത്ത്. അപ്പോൾ ഭൂമിയുമായിട്ട് അറ്റാച്ച്ഡ് ആണ് ഒന്നാമത്തെ ഫ്രെയിം. ദെൻ ആ ഫ്രെയിമിനെ ഞാൻ ഭൂമിയുമായി അറ്റാച്ച് ചെയ്തതായിട്ട് സങ്കല്പിക്കുന്നു. ദെൻ രണ്ടാമത്തെ ഫ്രെയിം ഈസ് വാട്ട്? ബി. സോ ബി, ആ ബി എന്ന് പറയുന്ന ഫ്രെയിമിനെ ഞാൻ എസ് ഡാഷ് ഫ്രെയിമായിട്ട് പരിഗണിക്കുന്നു. ബിയെ എസ് ഡാഷ് ഫ്രെയിമായിട്ട് പരിഗണിച്ചാൽ ബി മൂവ് ചെയ്യുന്ന സ്പീഡ് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് വി ഈസ് ഈക്വൽ ടു c/2. ദെൻ തേർഡ് ഇനേർഷ്യൽ ഫ്രെയിം ഈസ് സി. സോ സി മൂവ് ചെയ്യുന്ന സ്പീഡും ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ റെസ്റ്റ് ഫ്രെയിം ആ ഭൂമിയുമായിട്ട് അറ്റാച്ച് ചെയ്ത എ ആണെന്ന് ഞാൻ അസ്യൂം ചെയ്താൽ എയിൽ നിന്ന് നോക്കുമ്പോൾ സിയുടെ സ്പീഡ്. ഓക്കെ, ഇനി അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദെൻ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് സി മൂവ്സ് വിത്ത് എ വെലോസിറ്റി c/10 വിത്ത് റെസ്പെക്ട് ടു ബി. അപ്പോൾ എസ് ഡാഷിൽ നിന്ന് നോക്കുമ്പോൾ സിയുടെ സ്പീഡ് c/10 ആണ്. അപ്പോൾ എസ് ഡാഷിൽ നിന്ന് നോക്കുമ്പോൾ സിയുടെ സ്പീഡ് എന്ന് പറയുന്നത് മൂവിങ് ഫ്രെയിം അളക്കുന്ന സ്പീഡ്, അത് ux പ്രൈം ആണ്. ux പ്രൈം ഈക്വൽ ടു കൊടുക്കാം c/10. കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റി ഓഫ് സി ആസ് മെഷേർഡ് ഇൻ എസ്. എസ് എന്ന് പറയുന്നത് എസ് എന്ന് പറയുന്ന ഫ്രെയിമുമായിട്ട് അറ്റാച്ച്ഡ് ആണ് എ. സോ എയിൽ നിന്ന് നോക്കുമ്പോൾ സിയുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ റെസ്റ്റ് ഫ്രെയിമുമായി അറ്റാച്ചായ ഫ്രെയിമിൽ നിന്ന് നോക്കുമ്പോഴുള്ള സ്പീഡ്, അതിനെ നമ്മൾ ux എന്ന് പറയും. ux ഈക്വൽ ടു എന്താണ്? ക്വസ്റ്റ്യൻ മാർക്ക്. നമുക്കറിയാവുന്ന ഇക്വേഷൻസ് ux ഈക്വൽ ടു ux പ്രൈം പ്ലസ് വി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ux പ്രൈം ഇൻറ്റു വി ഡിവൈഡഡ് ബൈ സി സ്ക്വയർ. സോ ദാറ്റ് ഈസ് ux ഈക്വൽ ടു ux പ്രൈം എത്രയാണ്? c/10 പ്ലസ് വി എന്ന് പറയുന്നത് c/2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് c/10 ഇൻറ്റു c/2 ഡിവൈഡഡ് ബൈ സി സ്ക്വയർ ഈക്വൽ ടു എനിക്ക് എഴുതാം c/10 പ്ലസ് c/2 ദ ഹോൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് സി സ്ക്വയർ ബൈ 20 സി സ്ക്വയർ ക്യാൻസൽസ്. സോ കിട്ടും ഈക്വൽ ടു c/10 LCM 20 എടുത്തു കഴിഞ്ഞാൽ 20 അപ്പോൺ, സോ നമുക്ക് കിട്ടും 12c ഡിവൈഡഡ് ബൈ 21 ഡിവൈഡഡ് ബൈ 20 ക്യാൻസൽസ്. സോ ദ ആൻസർ ഈസ് 12c ഡിവൈഡഡ് ബൈ 21 വിച്ച് ഈസ് ux ഈക്വൽ ടു ക്യാൻസൽ ചെയ്യുന്നു 4c ഡിവൈഡഡ് ബൈ 7. സോ the velocity of c as observed from a, that is ux equal to നമുക്ക് കിട്ടും 4c divided by 7. അടുത്ത ചോദ്യം നോക്കാം. 2 events separated by a spatial distance of 9 into 10⁻⁹ meter are simultaneous in one inertial frame. The time interval between these two events in a frame moving with constant speed 0.8c is dash. 2012 നെറ്റിൻ്റെ ചോദ്യമാണ്. നോക്കാം നമുക്ക്. ഇപ്പോൾ നമ്മൾ കണ്ടു, ചോദ്യത്തിൽ പറയുന്നുണ്ട് ഒരു ഫ്രെയിമിൽ 2 ഈവൻറ്റുകൾ സൈമൾട്ടേനിയസ് ആണ്. സോ ഞാൻ ആ ഫ്രെയിമിനെ എസ് ഡാഷ് ഫ്രെയിം എന്ന് വിളിക്കുന്നു. അപ്പോൾ എസ് ഡാഷ് ഫ്രെയിമിൽ ഒന്നാമത്തെ ഈവൻ്റ് നടന്ന കോർഡിനേറ്റ് x1 പ്രൈം എന്നും രണ്ടാമത്തെ ഈവൻ്റ് നടന്ന കോർഡിനേറ്റ് x2 പ്രൈം എന്നും വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സ്പേഷ്യൽ ഡിസ്റ്റൻസ് ഈസ് x1 പ്രൈം മൈനസ് x2 പ്രൈം ഈക്വൽ ടു ഞാൻ എഴുതുന്നു. എത്രയാണ് അത്? 9 ഇൻറ്റു 10⁻⁹ മീറ്റർ. ഇനി ഒന്നാമത്തെ ഈവൻ്റ് നടന്നത് t1 പ്രൈമും രണ്ടാമത്തെ ഈവൻ്റ് നടന്നത് t2 പ്രൈമും. സോ സൈമൾട്ടേനിയസ് മീൻസ് t1 പ്രൈം ഈക്വൽ ടു t2 പ്രൈം. ഇനി ഇതിങ്ങനെ മൂവ് ചെയ്യുന്നു. ഇനി ഒരു റെസ്റ്റ് ഫ്രെയിമിലിരിക്കുന്ന ഒബ്സർവറിനെ സംബന്ധിച്ച് ഈ 2 ഈവൻറ്റുകളും ഒരേ സമയമായിരിക്കത്തില്ല നടക്കുന്നത്. സോ റെസ്റ്റ് ഫ്രെയിം ഈസ് എസ് ഫ്രെയിം. ആ എസ് ഫ്രെയിമിൽ നിന്ന് ഒബ്സർവർ നോക്കുന്ന സമയത്ത് ഈവൻറ്റുകൾ നടക്കുന്ന സമയങ്ങൾ വ്യത്യസ്തമാണ്. ഒന്നാമത്തെ ഈവൻ്റ് നടന്ന സമയവും t1ഉം രണ്ടാമത്തെ ഈവൻ്റ് നടന്നത് t2 ആണ്. അങ്ങനെയാണെങ്കിൽ റെസ്റ്റ് ഫ്രെയിമിൽ നിന്ന് നോക്കുന്ന ഒബ്സർവറിന് തോന്നിയ ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യും. അപ്പോൾ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് നോക്കുമ്പോൾ കിട്ടും t1 ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുണ്ട് t1 പ്രൈം പ്ലസ്
x1 പ്രൈം ഇൻറ്റു വി ഡിവൈഡഡ് ബൈ സി സ്ക്വയർ ഇൻറ്റു ഗാമ. അതേപോലെ T2 ഈക്വൽ ടു T2 പ്രൈം പ്ലസ് x2 പ്രൈം ഇൻറ്റു വി ഡിവൈഡഡ് ബൈ സി സ്ക്വയർ ഇൻറ്റു ഗാമ. ദെൻ T1 മൈനസ് T2 ഈക്വൽ ടു T1 പ്രൈം മൈനസ് T2 പ്രൈം പ്ലസ് ദെൻ ഞാൻ വി ബൈ സി സ്ക്വയർ കോമൺ എടുത്താൽ x1 പ്രൈം മൈനസ് x2 പ്രൈം ദ ഹോൾ മൾട്ടിപ്ലൈഡ് വിത്ത് ഗാമ. T1 പ്രൈം ഈക്വൽ ടു T2 പ്രൈം. സോ 0 പ്ലസ് വി ബൈ സി സ്ക്വയർ ഇൻറ്റു x1 പ്രൈം മൈനസ് x2 പ്രൈം ഈസ് 9 ഇൻറ്റു 10⁹ ഇൻറ്റു ഗാമ ഈസ് 1/√1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈക്വൽ ടു വി ഈസ് 0.8 c ഇൻറ്റു 9 ഇൻറ്റു 10⁹ ഡിവൈഡഡ് ബൈ സി സ്ക്വയർ ഇൻറ്റു 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയറിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ റൂട്ട് 0.36 വിച്ച് ഈസ് 0.6 എന്ന് കിട്ടും. ഓക്കെ, ഈ സിയും ഇവിടെ ക്യാൻസൽ ചെയ്യാം. സോ 0.8 ഇൻറ്റു 9 ഇൻറ്റു 10⁹ ഡിവൈഡഡ് ബൈ സിയുടെ വാല്യൂ കൊടുക്കുന്നു 3 ഇൻറ്റു 10⁸ ഇൻറ്റു 0.6. സോ അങ്ങനെയാണെങ്കിൽ ഉത്തരം നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് പവറുകൾ ക്യാൻസൽ ചെയ്യുമ്പം 0.53 ഇൻറ്റു 0.8 ബൈ 0.6നെ 4 ഡിവൈഡഡ് ബൈ 3 എന്ന് എഴുതാം. സോ 360 ഡിവൈഡഡ് ബൈ 9 ഈക്വൽ ടു കിട്ടും 40 സെക്കൻഡ്. സോ ദ ആൻസർ ഈസ് 40 സെക്കൻഡ്. അടുത്ത ചോദ്യം നോക്കാം. എ റോക്കറ്റ് ലീവ്സ് ദ എർത്ത് അറ്റ് എ സ്പീഡ് ഓഫ് 0.6 c. എ സെക്കൻഡ് റോക്കറ്റ് ലീവ്സ് ദ ഫസ്റ്റ് അറ്റ് എ സ്പീഡ് ഓഫ് 0.9 c വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ്. കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് സെക്കൻഡ് റോക്കറ്റ് വിത്ത് റെസ്പെക്ട് ടു എർത്ത് ഇഫ് ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് ഈസ് ഫയർഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് ദ ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ ഈസ് ഇറ്റ് ഈസ് ഫയർഡ് ഓപ്പോസിറ്റ് ടു ദ ഫസ്റ്റ്. നോക്കാം. ആദ്യമേ തന്നെ ഞാൻ ഒരു റെസ്റ്റ് ഫ്രെയിം പരിഗണിക്കുന്നു. അതാണ് നമ്മുടെ എസ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഭൂമിയുമായി അറ്റാച്ച്ഡ് ആണ്. സോ എർത്ത് എന്ന് പറയുന്നതാണ് നമ്മുടെ എസ് ഫ്രെയിം. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ റോക്കറ്റിനെ ഞാൻ R1 എന്ന് വിളിച്ചു. ദെൻ R1നെ ഞാൻ S' ഫ്രെയിമായിട്ട് പരിഗണിക്കുന്നു. ദാറ്റ് ഈസ് മൂവിങ് ഫ്രെയിം. അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ R1 ഫസ്റ്റ് റോക്കറ്റ് മൂവ് ചെയ്യുന്ന സ്പീഡെന്ന് പറയുന്നത് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 0.6 c ആണ്. സോ V ഈക്വൽ ടു കൊടുക്കാം 0.6 c. സോ ദിസ് ഈസ് അവർ S' ഫ്രെയിം. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ റോക്കറ്റ് അത് R2 ആണ്. അപ്പോൾ R2വിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കണം. എവിടെ നിന്ന് നോക്കുമ്പോൾ? ഭൂമിയിൽ നിന്ന്. അപ്പോൾ ഭൂമി എന്ന് പറയുന്നത് റെസ്റ്റ് ഫ്രെയിമാണ്. റെസ്റ്റ് ഫ്രെയിമിൽ നോക്കുമ്പോൾ മൂവിങ് ഫ്രെയിമിലെ പാർട്ടിക്കിളിൻ്റെ സ്പീഡിനെ നമ്മൾ സാധാരണ UX പ്രൈം എന്നാണ് നോട്ട് ചെയ്യുന്നത്. അല്ല, UX പ്രൈം അല്ല, UX. അപ്പോൾ UX ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. UX ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. ഇനി രണ്ടാമത്തെ റോക്കറ്റിൻ്റെ സ്പീഡ് ഒന്നാമത്തെ റോക്കറ്റുമായി റിലേറ്റ് ചെയ്യുമ്പോൾ, ദാറ്റ് ഈസ് മൂവിങ് ഫ്രെയിമുമായി റിലേറ്റ് ചെയ്യുമ്പോൾ ചോദ്യത്തിൽ പറയുന്നുണ്ട് എത്രയാണത്? 0.96 c. സോ UX പ്രൈം ഈക്വൽ ടു എഴുതാം 0.9 c. ദെൻ അറിയാവുന്ന ഇക്വേഷൻ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത് റെസ്റ്റ് ഫ്രെയിമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് UX ആണ്. അപ്പോൾ നമുക്കറിയാവുന്ന ഇക്വേഷൻ UX ഈക്വൽ ടു UX പ്രൈം പ്ലസ് V ഡിവൈഡഡ് ബൈ 1 പ്ലസ് UX പ്രൈം ഇൻറ്റു V ഡിവൈഡഡ് ബൈ C സ്ക്വയർ. സബ്സ്റ്റിറ്റ്യൂട്ടിങ് UX പ്രൈം ഈസ് 0.9 c പ്ലസ് 0.6 c ഡിവൈഡഡ് ബൈ 1 പ്ലസ് 0.9 c ഇൻറ്റു 0.6 c ഡിവൈഡഡ് ബൈ C സ്ക്വയർ ഈക്വൽ ടു കിട്ടും 1.5 c. 1 പ്ലസ് 0.9 ഇൻറ്റു 0.6 that is equal to 1.5 c divided by 1.54 equal to കിട്ടും 0.97 c. സോ ഫസ്റ്റ് കേസിലെ ആൻസർ എന്ന് പറയുന്നത് 0.97 c. ഇനി സെക്കൻഡ് കേസിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഫയർഡ് ഓപ്പോസിറ്റ് ടു ദ ഫസ്റ്റ് ആണ്. രണ്ടാമത്തത് ഒന്നിന് ഓപ്പോസിറ്റ്. അപ്പോൾ ഫസ്റ്റ് കേസിൽ നമ്മൾ UX പ്രൈം പോസിറ്റീവ് എടുത്തെങ്കിൽ സെക്കൻഡ് കേസിൽ നമ്മൾ UX പ്രൈം ഈക്വൽ കൊടുക്കും -0.9 c. സോ ആൻസർ കണ്ടുപിടിക്കാം. UX ഈക്വൽ ടു -0.9 c പ്ലസ് 0.6 c ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.9 c ഇൻറ്റു 0.6 c ഡിവൈഡഡ് ബൈ C സ്ക്വയർ ഈക്വൽ ടു എഴുതാം -0.3 c ബൈ 1 മൈനസ്
0.54. 0.3 divided by 0.46 C equal to minus 0.65 C. So the answer is 0.65 C. ഇവിടെ 0.6 ആണ്, 0 ഇല്ല. സോ 0.9 C ഇൻറ്റു 0.6 ആണ്. ഓക്കെ, സോ ഫസ്റ്റ് കേസിലെ ആൻസർ 0.97 സിയും സെക്കൻഡ് കേസിലെ ആൻസർ 0.65 സിയും. ഓക്കെ, താങ്ക് യു.